ഷപ്ന, ഫില്ലറിന് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? പ്രൊസീജിയർ കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ബ്രൂസസ് അല്ലെങ്കിൽ സ്വെല്ലിങ് കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അത് യൂഷ്വലി ഒരു 3-4 ഡേയ്സിൽ സെറ്റിലായി പോവാറുമുണ്ട്. പിന്നെ എന്തെങ്കിലും വാർണിംഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് ഡോക്ടർ പ്രൊസീജിയർ കഴിയുമ്പോഴേക്കും മെൻഷൻ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഡോക്ടറിനെ കോൾ ബാക്ക് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്യുവാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സിൽ ട്രാവലിംഗ് പാടില്ല എന്ന് ഡോക്ടർ പറയാറുണ്ട്. ഫില്ലർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എത്ര കഴിഞ്ഞാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? അതുപോലെ തന്നെ അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റ് റിസൾട്ട് കാണാൻ പറ്റും. ബട്ട് ഓവർ ദ ടൈം അറൌണ്ട് ഒരു 2 to 1 month ആകുമ്പോഴേക്കാണ് മാക്സിമം റിസൾട്ട് കിട്ടുന്നത്. അത് അറൌണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫില്ലേഴ്സ് യൂഷ്വലി ഒരു 9 months തൊട്ട് 2 years വരെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഏത് ഏജിലുള്ളവർക്കാണ് ഇത് ഏറ്റവും ആവശ്യം വരുന്നത്? ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് എന്നത് സാധാരണ ഫില്ലേഴ്സിന് ഇല്ല. എന്നിരുന്നാലും സാധാരണ പേഷ്യൻസ് ഒരു 30s ആവുമ്പോഴേക്കാണ് ഒരു വിസിബിൾ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് കണ്ടു തുടങ്ങാറുള്ളത്. എന്നിരുന്നാലും നമുക്കൊരു 20 yearsലുള്ള ഒരു മീൻസ് ഗേൾ ഓർ ബോയ് വന്നിട്ട് പറയാണ് എന്റെ ചിൻ കുറച്ച് റിട്ടോർട്ടഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് തിൻ ലിപ്സ് ആണ്, അത് കാരണം എന്റെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ ആസ് ഏർലി ആസ് 20s തന്നെ നമുക്ക് ചെയ്യുന്നതിൽ വേറെ ബുദ്ധിമുട്ട്